സാറേ നമുക്ക് ഇങ്ങനെ ഒരു ബൊക്ക കിട്ടിയിട്ടുണ്ട്. ഇതെന്താന്ന് അറിയാം? അടിപൊളി സംഭവം കേട്ടോ. എന്തുകൊണ്ട് ഉണ്ടാക്കിയത് മനസ്സിലായോ? എന്താ സംഭവം എന്താണിത്? ഇതാണ് നമ്മുടെ തേങ്ങന്റെ മുത്തിയാണിത്. അതുപോലെ നമ്മളെ മുച്ചിങ്ങൊക്കെ ഉണ്ടാകുന്ന അതിന്റെ എച്ചികളോ പല പേരിൽ ഇത് സംഭവം അറിയപ്പെടാറുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് കുട്ടികൾ സംഭവം അടിപൊളി കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോ നമ്മൾ ഇന്ന് കാണാൻ പോണത്, നിങ്ങൾ പല ടൈപ്പ് എക്സിബിഷൻസ് കണ്ടിട്ടുണ്ടോ? പക്ഷെ വേസ്റ്റിൽ നിന്ന് മാത്രം, പ്ലാസ്റ്റിക് ഉപകരണങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സിബിഷൻ ആണ്. അത് വേസ്റ്റ് ഈസ് ഗോൾഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതുപോലുള്ള എക്സിബിഷൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നമ്മളെ കുട്ടികൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. അപ്പൊ സാർ, ഇത് ഏകദേശം 100-ൽ-അധികം വരുന്ന ഓരോ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രയാസമാണ്, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇനി പ്രേക്ഷകർക്ക് നേരിട്ട് കാണാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന 10ാം തീയതി നമ്മളെ എയിംസ് സ്കൂളിൽ വെച്ചിട്ട് ഒരു മെഗാ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു വേസ്റ്റ് ഈസ് ഗോൾഡിന് പുറമെ അന്ന് നമ്മൾ പ്രദർശിപ്പിക്കാൻ പോണത് പുരാതന വസ്തുക്കൾ കൊണ്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ പോലെയുള്ള കാര്യങ്ങള്. സാർ, നമ്മളെ AI റോബോട്ടിക് മാത്രമല്ല, നമ്മളൊരു അഖില കേരള കാലിഗ്രഫി മത്സരം കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ മികവുറ്റ കാലിഗ്രഫികളും ഈ ഒരു എക്സിബിഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ സാർ, നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെ കുട്ടികൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് KG ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം സാർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് സാധാ കവറ്. നമ്മളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് നേരെ വലിച്ചെറിയുന്ന കവറ്, അതുകൊണ്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സിന്റെ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് ബൊക്കകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ഫ്ലവർ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് കപ്പുകള്, അതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഈ സംഭവങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഇതെന്താണെന്നൊക്കെ പറയാൻ പറ്റുമോ സാർ? ഇതൊന്ന് വിശദീകരിച്ചു കൊടുക്കുക, എന്താ സംഭവം എന്നുള്ളത്. ഇത് മഷ്റൂമാണ്, കൂണ് അല്ലേ? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളെ ലൈറ്റ് ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലുണ്ടാകും ഒരുപാട് ലൈറ്റുകൾ, കേടുന്നിട്ടുള്ള ലൈറ്റ്, CFL ബൾബുകൾ. ആ ബൾബിന്റെ മുകളത്തെ ബൾബിന്റെ ബോഡിയും അതുപോലെ അതിന്റെ മോട്ടറുകൾ പ്രവർത്തിക്കുന്ന സ്ഥലവും എടുത്തിട്ടാണ് നല്ലൊരു പെയിന്റിംഗ് കൊടുത്തേക്കാണ്. യെസ്, അതെ, മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് കാണാൻ കഴിയും. അതെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബൾബാണെന്ന് പോലും തോന്നൂല അല്ലേ? ഒരു മഷ്റൂം ഐറ്റം സാധനങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് നമ്മൾ ഈ എക്സിബിഷനിൽ ഉള്ളത്. സത്യം പറഞ്ഞാൽ എയിംസ് സ്കൂൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു വേസ്റ്റ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പരിപാടി ഇത് വളരെ വലിയ രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിലെ 21 മെമ്പർമാരും ഇതിൽ പങ്കെടുത്തു, അതിൻ്റെ വീക്ഷിച്ചു, അതിൻ്റെ ഓരോ കാര്യങ്ങളും അവരെ നമുക്ക് പറഞ്ഞു തന്നു. അവരെന്നെ അത്ഭുതപ്പെട്ട രീതിയിലാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. പെരുവള്ളൂർ പഞ്ചായത്തിലെ അംഗങ്ങളൊക്കെ വീക്ഷിക്കുകയുണ്ടായി. നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആരെങ്കിലും എയിംസ് സ്കൂളിൻ്റെ ഈ എക്സിബിഷൻ, വിദ്യാർത്ഥികൾ നിർമ്മിച്ച എക്സിബിഷൻ വളരെ നല്ലൊരു മാതൃക തന്നെയാണ്. പ്രത്യേകിച്ച് പായ് കൊണ്ടാണ് ഈ എക്സിബിഷൻ തയ്യാറാക്കിയത്. അത് തന്നെ വലിയൊരു മാതൃകയാണ്. നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ശല്യമായി തീരുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊരു നല്ല മാതൃക തന്നെയാണ്. നമ്മളെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഈ എക്സിബിഷൻ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ, പ്രകൃതിയോട് എപ്പോഴും ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള ഈ പാഴ്വസ്തുക്കൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അതിനെ പുതിയ രൂപത്തിൽ നിർമ്മിച്ച നമ്മളെ വിദ്യാർത്ഥി, എയിംസ് സ്കൂളിലെ വിദ്യാർത്ഥി നിർമ്മിച്ച ഈ എക്സിബിഷൻ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്, പ്രശംസനീയം തന്നെയാണ്. ആ കുട്ടികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്കും ഇങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ നമ്മുടെ വനിതാ ജനപ്രതിനിധികളോടാണ്. നിങ്ങൾക്ക് കുട്ടികളായിട്ട് ഏറ്റവും അടുപ്പുള്ള ആളുകളാണല്ലോ, അപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. സത്യത്തിൽ ഈ എക്സിബിഷൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുകണേ. നമ്മൾ നിത്യജീവിതത്തിൽ ഒഴിവാക്കുന്ന സാധനം കൊണ്ട് കുട്ടികൾ ഇത്രയും ഭംഗിയായിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി ഇവിടെ പ്രദർശനത്തിന് വെച്ചെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ കുട്ടികളെ ഓരോ വർക്കുകളും കണ്ടിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല കുട്ടികളും പല പേപ്പർ കൊണ്ടാണെങ്കിൽ ആ പേപ്പർ വേസ്റ്റ് കൊണ്ട് ഇതൊന്നും സത്യത്തിൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇതൊന്നും വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നാവും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വേസ്റ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ
ഉണ്ടാക്കി കൊണ്ടുവരികയെന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് കൊണ്ട് എത്രയും മനോഹരമാക്കി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഇന്നത്തെ ഈ പ്രദർശനമേളയിൽ കാണാൻ കഴിഞ്ഞത്. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത്ര മനോഹരമാക്കിയ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എവറിത്തിങ് ഈസ് യൂസ്ഫുൾ എന്നുള്ള ആ ഒരു ടേംസ് അത് തികച്ചും പ്രാവർത്തികമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ മക്കൾ. വി ക്യാൻ യൂസ് എവറിത്തിങ്, ദാറ്റ്സ് ദ മെയിൻ പോയിൻറ്റ്. ആൻഡ് ഓൾസോ വി നോട്ട് നീഡ് ടു അവോയ്ഡ് എനിത്തിങ്. വി ക്യാൻ മേക്ക് മിറാക്കിൾസ് ഫ്രം ഈവൻ എ പീസ് ഓഫ് പേപ്പർ. That is the main idea you are making here. Very wonderful. Very congratulations, and it's very mind-blowing experience to us. Thank you. പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടാണ് എയിംസിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, പ്രത്യേകം ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഇത് KG മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണിറക്കുന്ന സാധനങ്ങളാണ് അന്ന് നമുക്ക് ഈ ഒരു എയിംസിൻ്റെ ഈ ഒരു വേസ്റ്റ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പരിപാടിയിൽ കാണാനായിട്ട് സാധിച്ചത്. ലോകത്ത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നറിയിക്കുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകതരം രൂപകൽപ്പന ചെയ്തിട്ടുള്ള പല സാധനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, അതായത് ഒരു വാട്ടർഫാൾ രൂപത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. നൂലുകൊണ്ട് സൈക്കിളുകൾ, വളരെ വ്യത്യസ്തകരമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ ഇത് കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. അപ്പോൾ ബോട്ടിൽ ആർട്ടുകൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചില ബോട്ടിൽ ആർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. പഴമ ഓതി പറയുന്ന അബാക്കസ് പോലെയുള്ള സാധനങ്ങൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും പല കുട്ടികളും കണ്ടിട്ടുണ്ട്. പലരും വിചാരിച്ച ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇതൊക്കെ വേസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണോ എന്ന് പോലും സംശയമായി എന്നുള്ളതാണ്. നമ്മൾ ഈ വേസ്റ്റ് ഈസ് ഗോൾഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോഴാണ് ഈ ഒരു സാധനം കണ്ണിൽ പെട്ടത്. ഒരു കൃഷിക്കാരൻ്റെ സംഭവം എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഐസ്ക്രീം കൊള്ളികൾ കൊണ്ടിട്ട് കപ്പലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കഅബ, പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ ചുറ്റുന്ന പല സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിലർ പ്രൊമോഷനായിട്ട് തൻ്റെ ഫോട്ടോകൾ കുത്തി കെട്ടിയിട്ടുണ്ട്. ചില കുട്ടികൾ വളരെ ഭയങ്കര രീതിയിൽ ഒരു എക്സിബിഷനാണ് ഇവിടെ സത്യം പറഞ്ഞാൽ എയിംസ് സ്കൂളിൽ സംഘടിപ്പിച്ചതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്ന രീതിയിൽ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ട് കുടകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ കുട്ടികൾ. അതുപോലെ വേസ്റ്റ് ആയിട്ട് പോകുന്ന നമ്മളൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കുന്ന സ്പൂൺസ്, ഇതുകൊണ്ടൊക്കെ വളരെ മനോഹരമായിട്ട് ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിരട്ടകൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ചിലപ്പോൾ ഈ ബലൂണിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതായത് പൊട്ടിപ്പോയ ബലൂണ് കൊണ്ട് എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെ ഈ ഒരു എക്സിബിഷനിൽ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സാധനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു എക്സിബിഷൻ കൂടിയാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളെ കുട്ടികൾ ഇത് അറേഞ്ച് ചെയ്തത്. കാരണം LKG കുട്ടികൾ മുതൽ 7ാം ക്ലാസ് കുട്ടികൾ വരെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. വലിയ ആൾക്കാരൊന്നും അല്ല, അവരുടെ രക്ഷിതാക്കളുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടാവും. പക്ഷെ എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എയിംസ് സ്കൂളിന് സാധിച്ചിട്ടുണ്ട്.